അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഉമ്മി ആൻഡ് മീ. അപ്പോൾ ഇന്ന് ഞാനൊരു കോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ കോൺ ചുട്ടെടുക്കാമെന്ന് കണ്ടു നോക്കാം. ഇപ്പം ഞാനൊരു 3 കോൺ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒന്നല്ലെങ്കിൽ ആവി കയറ്റി എടുക്കാം, അല്ലെങ്കിൽ നമുക്കിത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 കോണ് സ്റ്റീം ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് ആവി കയറട്ടെ. ഇപ്പോൾ ഇതാ കോണിൻ്റെ ഒക്കെ കളർ നന്നായി മാറിയിട്ടുണ്ട്, നല്ല യെല്ലോ കളറായിട്ടുണ്ട്. അപ്പോൾ തന്നെ കോൺ നല്ല കുക്കായെന്ന് മനസ്സിലാക്കാം. ഇനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്ക് കൊണ്ട് ഇതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ഇത് ചുട്ടെടുക്കാൻ പോവുകയാണ്. ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ച് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ തീക്കനലിൻ്റെ മുകളിൽ വെച്ച് വേണമെങ്കിലൊക്കെ ചുട്ടെടുക്കാം, അടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും ചെറുതായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും. കോണിപ്പോൾ ഇതാ ഇവിടെ ഫുൾ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കുറച്ച് ഉപ്പൊന്ന് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ തന്നെ ചൂടോടുകൂടി കഴിക്കാം. അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഒരു മസാല റെഡിയാക്കാം. മസാലയ്ക്ക് വേണ്ടി 1 ടീസ്പൂൺ ബട്ടർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടറിന് പകരം വെളിച്ചെണ്ണ ആയാലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആ കോണിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല തണുപ്പുള്ള സമയത്ത് നല്ല ചൂട് കോൺ, സ്പൈസി കോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഇത് റെഡിയാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.